മോളെ ദേവി, കഷ്ടമായല്ലോ. ഭക്ഷണത്തിന് താമസം വന്നതുകൊണ്ട് ഇറങ്ങി പുറപ്പെട്ടതാണോ? അല്ലമ്മേ, ആ കുഞ്ഞിന് എന്തോ പ്രത്യേകതകൾ തോന്നിയിരുന്നു. ഓരോ വാക്കിലും വല്ലാത്ത കണിച്ചതാ. പുറത്തിരുട്ടാണ്, കുഞ്ഞ് തനിച്ചുമാണ്. ഭഗവതി, അടിയൻ എന്താണ് ചെയ്യേണ്ടത്? ഒരു കാര്യം ചെയ്യൂ, രണ്ടുപേരും കൂടി വഴിയിലൊന്ന് നടന്നു നോക്കൂ. വഴിയിലെങ്ങാനും കാണുകയാണെങ്കിലും. ശരിയാ. ഇന്ദിര, വരൂ, നമുക്ക് നോക്കാം. കുഞ്ഞേ, ദേവി, കുഞ്ഞേ, ദേവി. ഇതെന്താ ഇങ്ങനെ? അതിഥിയെ കയറി വന്ന ഒരാൾ പറയാതെ പോവാന്ന് പറഞ്ഞ? അറിയില്ല മോളെ, എന്തെങ്കിലും ഒരു പരീക്ഷണമായിരിക്കും. അല്ലാതെ എന്തു പറയാനാ? അച്ഛൻ പോയിട്ടുണ്ടല്ലോ, തിരക്കി വരട്ടെ. അമ്മേ ഭഗവതി, ആ കുഞ്ഞിന് ഒരു ആപത്തും വരുത്തില്ലേ. തിരയാവുന്ന വഴികൾ മുഴുവൻ തെരഞ്ഞു, ചോദിക്കാവുന്നവരോടൊക്കെ ചോദിച്ചു. പക്ഷെ ആരും ആ കുഞ്ഞിനെ കണ്ടവരില്ല. നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? കുഞ്ഞിനെ അവിടെ തനിച്ചിരുത്തരുതായിരുന്നു. മനസ്സിന് വല്ലാത്തൊരു ഭാരം പോലെ. വിശന്ന് തളർന്ന കുഞ്ഞിന് ഭക്ഷണം കൊടുക്കാൻ പറ്റിയില്ല. അതിനെ അന്വേഷിച്ച് കണ്ടെത്താനും പറ്റിയില്ല. അതിഥിയായിട്ട് വീട്ടിലേക്ക് കൂട്ടുമ്പോ ഒന്ന് ഉറപ്പിച്ചിരുന്നു, കുഞ്ഞിന് പോകാൻ തോന്നുന്നവരെ നമ്മുടെ കൂടെ നിൽക്കട്ടെ എന്ന്. ആ മുഖത്ത് നോക്കി അങ്ങനെയല്ലാതെ മറ്റെന്താണ് ചിന്തിക്കാനാവുക? ഏറെ കുഞ്ഞുങ്ങളെ കണ്ടിട്ടുണ്ട്. പക്ഷെ അങ്ങ് ശ്രദ്ധിച്ചോ, ആ കുഞ്ഞിന്റെ മുഖത്തേക്ക് നോക്കുമ്പോ മനസ്സിന് വല്ലാത്തൊരു തണുപ്പ് പോലെ, ഒരു സമാധാനം. തെറ്റ് ചെയ്താൽ അതിന് പരിഹാരം ചെയ്യാം, മാപ്പിരക്കാം. പക്ഷേ ഇതിപ്പോ അങ്ങനെ പോലും അല്ലല്ലോ. നോക്കൂ, നിസ്സാര കാര്യത്തിന് പോലും മനസ്സ് വിഷമിക്കുന്ന ആളാ അങ്ങ്. ഇക്കാര്യം മനസ്സിലധികം വളർത്താൻ നിൽക്കണ്ട. അങ്ങയുടെ ഊണും ഉറക്കവും നഷ്ടപ്പെടും. ദേവി മഹാമായ ആ കുഞ്ഞിനെ രക്ഷിക്കട്ടെ, അല്ലാതെ മറ്റെന്താണ് പറയാൻ കഴിയുക? ഉറപ്പാണ്, ഏത് ഇരുളിലും ആ കുഞ്ഞിന് വിളക്കായി ദേവി മഹാമായ ഉണ്ടാകും. അത്രയ്ക്ക് ചൈതന്യമുള്ള കുഞ്ഞ് ഒരിടത്തും ഒറ്റപ്പെടുകയില്ല, ഒരാപത്തും സംഭവിക്കില്ല. അമ്മേ ഭഗവതി, പ്രാർത്ഥനയിലും വ്രതങ്ങളിലും അടിയന് ഒരു വീഴ്ചയും വരുത്തുന്നില്ല. ആ കുഞ്ഞിന് അമ്മയുടെ അനുഗ്രഹം ഉണ്ടാവണേ. അമ്മേ ഭഗവതി. അയ്യോ കുഞ്ഞേ, പരിഭ്രമിച്ചു എന്നെ കാണാതായപ്പോ. ദേശം മുഴുവൻ തെരഞ്ഞു, എല്ലാവരുടെയും മനസ്സ് വേദനിച്ചു. എന്തിനാ കുഞ്ഞിറങ്ങിപ്പോയത്? അങ്ങ് വീട്ടിലേക്കുള്ള വഴി തെളിച്ചു. ഞാൻ അങ്ങയുടെ കൂടെയും വന്നു. പക്ഷേ എനിക്കൊരിടത്തും സ്ഥിരവാസം സാധ്യമല്ല. പോകേണ്ട നേരമായിരിക്കുന്നു. എന്റെ ഭാഗത്തുനിന്ന് എന്തെങ്കിലും തെറ്റ് സംഭവിച്ചോ? ഒരിക്കലുമില്ല. അതിഥിയെ ദേവനായിട്ട് കാണുന്ന അങ്ങയും കുടുംബത്തെയും എനിക്ക് ഒരുപാട് ഇഷ്ടമായി. അങ്ങ് പൂജാമുറിയിൽ അർപ്പിച്ച പുഷ്പങ്ങൾ ഞാനിരുന്ന സ്ഥലത്ത് കിടക്കുന്ന കണ്ടില്ലേ? ചുറ്റുവട്ടം മുഴുവൻ എന്നെ അന്വേഷിക്കുമ്പോ കാൽച്ചിലമ്പിന്റെ ശബ്ദം ഞാൻ കേൾപ്പിച്ചെന്നില്ലേ? എന്നിട്ടും അങ്ങേക്ക് എന്നെ മനസ്സിലായില്ലേ? അവിടുന്ന് ആരാണ്? പറയൂ, അവിടുന്ന് ആരാണ്? ഞാനോ? ഞാൻ ആരാന്ന് കാണണോ? അമ്മേ ഭഗവതി, അമ്മേ മഹാമായേ, ദേവി, അമ്മേ. അമ്മേ, അടിയനെയും കുടുംബത്തെയും പരീക്ഷിക്കുകയായിരുന്നു. പക്ഷേ അങ്ങയുടെ ഭക്തി എല്ലാ പരീക്ഷണങ്ങളെയും ജയിച്ചല്ലോ. ബാലിക നാം തന്നെയായിരുന്നു. മറ്റുള്ളവർക്ക് വേണ്ടി സേവനം ചെയ്യാനുള്ള അങ്ങയുടെ സന്നദ്ധതയും അതിഥിയോട് അങ്ങയുടെ കുടുംബം കാണിച്ച ആചാരമര്യാദയും നമുക്കിഷ്ടപ്പെട്ടിരിക്കുന്നു. അടിയന്റെ ജീവിതം ധന്യമായി. ഇക്കാലം അത്രയും അടിയൻ ഉരുവിട്ട ദേവീ നാമങ്ങൾ ഓരോന്നും ജീവൻ വെച്ച് അടിയന്റെ മുന്നിൽ നിൽക്കുന്ന പോലെ
ഇതിനപ്പുറം അടിയാൻ ഒരു പുണ്യവുമില്ല. ഭക്ഷണം തയ്യാറാക്കിയിട്ട് അത് കഴിക്കാൻ പറ്റിയില്ല. പക്ഷേ മറ്റൊരു കാര്യം പറഞ്ഞാൽ അത് നടത്തുമോ? പറയൂ, എന്റെ ജീവൻ പോലും അമ്മയുടെ കാൽക്കൽ വെക്കാം. പറയൂ അമ്മേ. ഈ കര നമുക്ക് വളരെ ഇഷ്ടമായി. ഇവിടെ വസിക്കാൻ നാം ആഗ്രഹിക്കുന്നു. അതിന് നാം എന്താണ് ചെയ്യേണ്ടത്? നമുക്കൊരു വാസസ്ഥാനം വേണം. അതിനുള്ള അടയാളങ്ങൾ ഈ ദേശത്തൊരിടത്ത് നാം കുറിച്ചിട്ടിട്ടുണ്ട്. നേരം പുലരുമ്പോൾ കിഴക്ക് ദിക്കിലേക്ക് നടക്കുക. അവിടെ സ്വർണവർണ്ണത്തിലുള്ള 3 വരകൾ കാണാം. അവിടെയാണ് നമുക്കുള്ള വാസസ്ഥാനം വേണ്ടത്. അവിടെ ഇരുന്ന് ഈ കരയിലുള്ളവർക്ക് ഐശ്വര്യം പ്രദാനം ചെയ്യും. നല്ലത് വരട്ടെ. അമ്മേ ദേവി, അമ്മേ ഭഗവതി, അമ്മേ മഹാമായേ ദേവി, അമ്മേ അമ്മേ ഭഗവതി, എന്താ? ദേവി. എന്തു പറ്റി? മീനാക്ഷി, അമ്മയാണ്, ഭഗവതിയാണ് ബാലികയായി നമ്മുടെ വീട്ടിലേക്ക് വന്നത്. അമ്മ എന്റെ സ്വപ്നത്തിൽ വന്നു. അമ്മ എന്നോട് സംസാരിച്ചു. അങ്ങ് തോന്നലല്ല, സത്യം തന്നെയാണ്. അമ്മയ്ക്ക് ഈ നാട്ടിൽ വസിക്കണമെന്ന് പറഞ്ഞു. അമ്മയ്ക്ക് ഒരു വാസസ്ഥാനം വേണമെന്ന് പറഞ്ഞു. വേഗം ഒന്ന് നേരം പുലർന്നിരുന്നെങ്കിൽ അമ്മയുടെ വാസസ്ഥാനത്തിലുള്ള ആ പുണ്യഭൂമി നമുക്ക് കണ്ടെത്താമായിരുന്നു. കൈകൂപ്പി ഉച്ചത്തിൽ ശരണം വിളിക്കേ അമ്മ നമ്മളെ അനുഗ്രഹിച്ചു. അമ്മയുടെ പുണ്യപാദങ്ങൾ നമ്മുടെ ഭവനത്തിൽ പ്രവേശിച്ചു. വിളിക്കൂ, അമ്മേ ശരണം, അമ്മേ ശരണം, ദേവി ശരണം, ദേവി ശരണം, അമ്മേ, അമ്മേ ഭഗവതി, ഭക്തവത്സലേ, അമ്മേ മഹാമായേ, മഹാമായേ, അമ്മേ ഭഗവതി, അമ്മേ മഹാമായേ, അമ്മേ ദേവി, അമ്മേ അമ്മേ ദേവി, അമ്മേ ശരണം, ദേവി അമ്മേ ശരണം. ശരണം, ദേവി ശരണം. അച്ഛാ, ഒരുപാട് ദൂരം നമ്മൾ താണ്ടി കഴിഞ്ഞു. ഇതുവരെ സ്വപ്നത്തിൽ പറഞ്ഞതുപോലെ ഒന്നും കണ്ടില്ല. ഉണ്ടാവും. മഹാമായയുടെ വാക്കുകൾ വെറുതെ ആവില്ല. വരൂ. തിരുമേനി, ഏ? ഇന്നലെ ഒരു അത്ഭുതം നടന്നു. എന്താ? ഞങ്ങൾ മഹാദേവ ക്ഷേത്രത്തിൽ നിന്നും ഉത്സവം കഴിഞ്ഞ് മടങ്ങി വരുമ്പോൾ പാതിരയായി. ആ, പുഴ കടക്കാൻ വേണ്ടി പുഴത്തീരത്തെത്തുമ്പോൾ അവിടെ ഒരു ദിവ്യ വെളിച്ചം. അടുത്ത് നോക്കിയപ്പോൾ അത് 2 പാദങ്ങളുടെ അടയാളങ്ങളായിരുന്നു. എന്റെ ദേവി, പുഴത്തീരത്ത് അമ്മ നിന്ന സ്ഥലം. അത് വല്ലാതെ വെട്ടിത്തിളങ്ങുന്നുണ്ടായിരുന്നു. അതെ, നിങ്ങൾ കണ്ടത് ദേവിയുടെ കാൽപ്പാടുകൾ തന്നെയാണ്. ഉവ്വ്. അമ്മയുടെ അരുളപ്പാടനുസരിച്ച് അമ്മ നിശ്ചയിച്ച സ്ഥാനവും തേടിയാണ് ഞങ്ങൾ പുറപ്പെട്ടിരിക്കുന്നത്. വരൂ, ഞങ്ങളുടെ കൂടെ വരൂ. വേഗം. അമ്മേ ഭഗവതി, അമ്മേ ഭഗവതി, അമ്മേ മഹാമായേ, അമ്മേ ഭഗവതി, ഈ ദേശം ധന്യമായിരിക്കുന്നു. അമ്മ ആഗ്രഹിച്ചതുപോലെ അമ്മയുടെ വാസസ്ഥാനം അടിയങ്ങൾ ഇവിടെ തയ്യാറാക്കും. അമ്മേ
ദേവി അമ്മേ ഭഗവതി. നോക്കൂ, ദേവി മഹാമായ നമ്മുടെ കരയെ തൊട്ട് അനുഗ്രഹിച്ചിരിക്കുന്നു. അമ്മ നമ്മോടൊപ്പം നമുക്കിടയിൽ വസിക്കാൻ ആഗ്രഹിക്കുന്നു. ആചാരപ്രകാരം അമ്മയ്ക്കുള്ള വാസസ്ഥാനം പണിയണം. ആറിൽ നിന്നും അമ്മയുടെ കാൽ പതിഞ്ഞ ഈ ഇടം അമ്മയുടെ നാമത്തിൽ ഇനി ആറ്റുകാൽ എന്നറിയപ്പെടും. ആറ്റുകാൽ, ആറ്റുകാൽ, ആറ്റുകാൽ അമ്മേ, ആറ്റുകാൽ അമ്മേ, ആറ്റുകാൽ ഭഗവതി, ആറ്റുകാൽ അമ്മേ, അമ്മേ ഭഗവതി, ആറ്റുകാൽ ഭഗവതി, ആറ്റുകാൽ ഭഗവതി, ആറ്റുകാൽ അമ്മേ, അമ്മേ മഹാമായേ. ആറ്റുകാൽ ഭഗവതിക്ക് ഏറെ പ്രിയപ്പെട്ടത് എന്താണെന്ന് അറിയാമോ? പൊങ്കാല. കാർഷിക വിളവെടുപ്പ് കഴിഞ്ഞ് കൊയ്ത്തുപാടങ്ങൾ ശൂന്യമായി കിടക്കുമ്പോൾ കർഷകരുടെ നിറഞ്ഞ മനസ്സിന്റെ സൂചനയായി അമ്മയ്ക്ക് പൊങ്കാല അർപ്പിക്കുകയും ജാതിഭേദമില്ലാതെ എല്ലാവരും പരസ്പരം വെച്ചു വിളമ്പുകയും ചെയ്യുന്ന ഒരു സാമൂഹിക ഉത്സവമാണ് ആറ്റുകാൽ പൊങ്കാല. പൊങ്കാലയുടെ മാഹാത്മ്യത്തെക്കുറിച്ച് ഒരുപാട് കഥകളുണ്ട്. ഞാൻ പറഞ്ഞുതരാം. ആറ്റുകാലമ്മേ ദേവി. അമ്മേ ദേവി ശരണം. അമ്മേ മഹാമായേ, ആറ്റുകാൽ അമ്മേ. മഹാമായി ദേവി ആറ്റുകാലമ്മേ. അമ്മേ ഭഗവതി, അമ്മേ ഭഗവതി, അന്നു മുതൽ ആറ്റുകാൽ അമ്മയായി ചുറ്റുമുള്ള ലക്ഷോപലക്ഷം ഭക്തർക്ക് അനുഗ്രഹം ചൊരിയുന്നു അമ്മ. അമ്മയുടെ കഥ കേട്ടിട്ട് മതിയാവുന്നില്ല അച്ഛാ. അതിനെന്താ, എണ്ണിയാലൊടുങ്ങാത്ത അത്ഭുത കഥകൾ അമ്മയെക്കുറിച്ചുണ്ട്. ഓരോന്നോരോന്നായിട്ട് അച്ഛൻ മോൾക്ക് പറഞ്ഞു തരാം. പറയുന്നതും പുണ്യമാണ്, കേൾക്കുന്നതും പുണ്യമാണ്. അച്ഛൻ തിരുമേനി, ഞാൻ കുഞ്ഞെ കാണാൻ പൊക്കോട്ടെ? എനിക്ക് കുഞ്ഞെ കാണാൻ തോന്നുന്നു. എങ്കിലായിക്കോളൂ. പക്ഷെ ഒരുപാടൊന്നും വൈകണ്ട കേട്ടോ. ഞാൻ കുഞ്ഞെ കാണാൻ പോകുന്നതിന് ആരെങ്കിലും എന്തെങ്കിലും പറയോ? മരത്തിൽ നിന്നൊരു ഇല വീഴുമ്പോൾ ദോഷം കാണുന്നവർക്ക് അത് കമിഴ്ന്നു വീണാലും മലർന്നു വീണാലും ദോഷം ആരോപിക്കാം എന്ന് കരുതി ഇലയ്ക്ക് വീഴാതിരിക്കാൻ പറ്റില്ലല്ലോ. മോൾക്ക് മനസ്സിലായോ അച്ഛൻ പറഞ്ഞത്? മുമ്പ് അച്ഛൻ പറഞ്ഞു തന്നിട്ടില്ലേ, നമ്മുടെ കർമ്മമാണ് നമ്മുടെ ഗുണങ്ങൾ തീരുമാനിക്കുന്നത് അല്ലേ? ഇടുക്കി. നമുക്ക് തൊട്ടടുത്ത് നിൽക്കുന്ന ആളുടെ വേദന കാണുകയും അയാളെ ആശ്വസിപ്പിക്കാൻ ശ്രമിക്കുന്നതുമാണ് ഒരു നല്ല മനുഷ്യന്റെ ലക്ഷണം. എന്റെ കുട്ടിക്ക് അങ്ങനെ ഒരു ചിന്തയുണ്ട്. അത് കാണുന്നത് അച്ഛന് സന്തോഷാണ്. ഞാൻ കരുതിന് വരില്ലെന്ന് അമ്മയും അങ്ങനെ പറഞ്ഞു. ഞാൻ പറഞ്ഞതാണല്ലോ വരാമെന്ന്. പറഞ്ഞ വാക്ക് പാലിക്കണ്ടേ? അമ്മ എവിടെ? അമ്മ പണിക്ക് പോയിരിക്കുക. കുഞ്ഞ് കൈ നീട്ടിയേ. എന്താ ഇത്? തുറന്നു നോക്ക്. ഇത് കഴിച്ചിട്ടുണ്ടോ? കൽക്കണ്ടവും മുന്തിരിയാണ്. മുന്തിരി കഴിച്ചിട്ടുണ്ട്. ഇത് ദേശമംഗലത്തമ്മി പൂജിച്ചു വെച്ചതാണ്. അതാ കുഞ്ഞിക്ക് വേണ്ടി കൊണ്ടുവന്നത്. കഴിക്ക്. നല്ല രസമുണ്ട്. വാ, നമുക്ക് ഇവിടെ ഇരിക്കാം. കുഞ്ഞിക്ക് ഒറ്റയ്ക്ക് എവിടെ ഇരിക്കാൻ പേടിയില്ലേ? ഇല്ല, ഞാൻ കാടിനുള്ളിൽ വളർന്നതല്ലേ. അവിടെ മൃഗങ്ങളുണ്ട്, പാമ്പുകളുണ്ട്, ഞാൻ കണ്ടിട്ടുണ്ട്.
അച്ഛൻ തിരുമേനി പൂജിക്കാൻ പോയാൽ എന്റെ വീട്ടിൽ ഞാൻ തനിച്ചേ ഉള്ളൂ. എനിക്ക് അച്ഛനില്ല, വേദക്കുട്ടിക്ക് അമ്മയും ഇല്ല അല്ലേ? അമ്മയെ ഞാൻ കണ്ടിട്ടേ ഇല്ല. അച്ഛൻ പറഞ്ഞു തരും അമ്മയുടെ രൂപമൊക്കെ. അത് കേൾക്കുമ്പോ വല്ലാതെ സങ്കടം വരും. അച്ഛനെ ഓർക്കുമ്പോ ഞാനും കരയും എപ്പോഴും. കുഞ്ഞി, നമുക്ക് കളിച്ചാലോ? എന്ത് കളിയാ? കുഞ്ഞിക്ക് എന്ത് കളിയൊക്കെ അറിയാം? ഞങ്ങൾ അവിടെ കാട്ടില് അങ്ങനെ പ്രത്യേകിച്ച് കളിയൊന്നും കളിക്കാറില്ല. ഞങ്ങള് മരത്തിൽ കയറും, ആറ്റില് നീന്തും, മലമുകളിലേക്ക് ഓടിക്കേറും, അതൊക്കെയാണ്. വേദക്കുട്ടി എന്താ കളിക്കുക? ഗുരുകുലത്തിൽ ചെല്ലുമ്പോ കളിക്കാൻ ഇടവും ഉണ്ട്, സാധനങ്ങളും ഉണ്ട്. പക്ഷെ കൂട്ടിനാരും ഇല്ല. അവിടെ ആരുമില്ലേ? എന്റെ കൂടെ ആരാ പഠിക്കുന്നേന്നറിയോ? ആരാ? നാടുവാഴി തമ്പുരാന്റെ മോളാ വർണ്ണ. കളിക്കാൻ വിളിച്ചാലും വർണ്ണ വരില്ല. അതെന്താ? രാജകുമാരിയല്ലേ? ഞാൻ രാജകുമാരിമാരെ കണ്ടിട്ടില്ല. എനിക്കൊന്ന് കാണിച്ചു തരുമോ? കാണിച്ചു തരാം. എന്റെ അച്ഛൻ പറഞ്ഞ എന്താണെന്നറിയോ? മക്കളെല്ലാം അവരവരുടെ അച്ഛനമ്മമാരുടെ കണ്ണിൽ രാജകുമാരിമാരെന്നാ. അപ്പോ കുഞ്ഞിയുടെ അമ്മയുടെ കണ്ണിൽ കുഞ്ഞി ആരാ? രാജകുമാരി. അമ്മ വന്ന് അമ്മയെ കണ്ടിട്ടേ ഞാൻ പോകുന്നുള്ളൂ. അത് മതി. അപ്പൊ അമ്മയ്ക്ക് നല്ല സന്തോഷാവും. അമ്മേ ഭഗവതി. നീലണ്ടൻ നമ്പൂരി. എന്താ നീലണ്ടൻ, കുറച്ചു ദിവസമായി ക്ഷേത്രത്തിലേക്ക് കണ്ടതേയില്ല. ഒരു യാത്രയുണ്ടായിരുന്നു, ഇന്ന് തിരിച്ചെത്തിയതേ ഉള്ളൂ. ക്ഷേത്രത്തിൽ പുതിയൊരു കാര്യക്കാരനുണ്ടിപ്പോ. തമ്പുരാന്റെ ജ്യേഷ്ഠൻ ചിത്രഭാനുവല്ലേ? വാർത്തകൾ വഴിയുന്നേ അറിഞ്ഞു. ആളൊരു കർക്കശക്കാരനാണെന്നും അറിഞ്ഞു. സത്യമാണോ? അതെ, രാജകുടുംബാംഗമല്ലേ. തിരുമേനിയുടെ മകളെ ഞാനിപ്പോ വഴി വെച്ച് കണ്ടിരുന്നു. കുന്നിന് താഴെ താമസിക്കുന്ന ആ ചെറുമിക്കുഞ്ഞുമായിട്ട്. കുട്ടികൾ തമ്മിലുള്ള അടുപ്പം വിലക്കാൻ തോന്നിയില്ല. നീലണ്ടൻ ഇത് ഞാനത് കാര്യമാക്കിയില്ല തിരുമേനി. പക്ഷേ ചുറ്റിനും കണ്ണുകളുണ്ട്, സൂക്ഷിക്കണം. ദേശമംഗല തമ്മയുടെ പ്രതിഷ്ഠ നടന്നപ്പോ കാട്ടുവാസികളുടെ ഒരു അപേക്ഷയുണ്ടായിരുന്നു. കാട്ടിൽ നിന്നും കൊണ്ടുവന്ന അവരുടെ ദൈവത്തെ ആരാധിക്കാൻ അവർക്കും അവകാശം വേണമെന്ന്. ഓർക്കുന്നു, അന്നത് തള്ളിക്കളയുകയും ചെയ്തല്ലോ. അക്കാര്യത്തിൽ എന്റെ നിലപാട് അന്നേ അവരുടെ കൂടെയാണ്. അവരുടെ ഭാഗത്താണ് ന്യായമെന്ന് വിശ്വസിക്കുന്ന ഒരാളാണ് ഞാൻ. സന്തോഷം. ചിലരെങ്കിലും വ്യത്യാസങ്ങളില്ലാതെ സംസാരിക്കുന്നുണ്ടല്ലോ. ദൈവം തന്ന ഒരു ജന്മം അതാരെയും നിന്ദിക്കാനോ പരിഹസിക്കാനോ ഉള്ളതല്ല. നമ്മൾ മറ്റുള്ളവർക്ക് മീതെയാണെന്ന് കരുതാൻ തുടങ്ങുമ്പോഴല്ലേ വിഡ്ഢിത്തങ്ങൾ തുടങ്ങുന്നത്. തിരുമേനിയുടെ കുഞ്ഞിനെ ഞാൻ അവിടെ വെച്ച് കണ്ടപ്പോ സന്തോഷം മാത്രമേ തോന്നിയുള്ളൂ. വ്യത്യാസങ്ങൾ മറികടക്കാൻ കുഞ്ഞിലേ തോന്നിയാൽ വലുതാകുന്ന ഒരു തലമുറ നല്ലവർ മാത്രമായിരിക്കും. ഞാനൊന്ന് തൊഴട്ടെ. കുഞ്ഞി, കുഞ്ഞി, കുഞ്ഞി മോളെ. എന്താ അമ്മേ? ഇന്ന് നീ പുറത്തൊന്നും ഇറങ്ങിയില്ലല്ലോ. ഇല്ലമ്മേ. ഇവിടെ ആരെങ്കിലും വന്നോ? ഇല്ല. വിശക്കുന്നുണ്ടോ? ഉണ്ട്. അമ്മ ഇപ്പൊ തന്നെ ആഹാരം ഉണ്ടാക്കി തരാം കേട്ടോ. അമ്മേ, അമ്മയെ കാണാൻ ഒരാള് വന്നിട്ടുണ്ട്. ആരാ അത്? വേദക്കുട്ടി എന്റെ കൂടെ കളിക്കാൻ വന്നത് അമ്മേ. വീട്ടിൽ പറഞ്ഞു മോളെ. അച്ഛൻ തിരുമേനിയോട് അനുവാദം വാങ്ങിച്ചിട്ടാണ് വന്നത്. ഞങ്ങളുടെ അടുത്തേക്കാണ് പോകുന്നതെന്ന് പറഞ്ഞിട്ടാണോ വന്നത്? ഇല്ല. അച്ഛൻ തിരുമേനി എന്താ പറഞ്ഞെന്നറിയോ? എല്ലാരും ദൈവത്തിന്റെ മക്കളാണ്, എല്ലാരും തുല്യരാണെന്ന്. ദേവി, എത്ര വലിയ മനസ്സുള്ള ആൾക്കാരാ. ഞാൻ കുഞ്ഞിപ്പെണ്ണിനെ കുറിച്ചും മല്ലിയമ്മയെ കുറിച്ചും അച്ഛനോട് ഒരുപാട് കാര്യങ്ങൾ പറഞ്ഞു. ഞങ്ങൾക്ക് ആരുമില്ല മോളെ. വല്ലപ്പോഴും മോൾ ഇങ്ങനെ വരുന്നത് ദൈവം വരുന്നത് പോലെ ഞങ്ങൾക്ക്. അമ്മേ,
വേദക്കുട്ടിയുടെ കൂടെ ആരാ പഠിക്കുന്നതെന്നറിയോ? രാജകുമാരിയാ. എനിക്ക് കാണിച്ചു തരാന്ന് പറഞ്ഞിട്ടുണ്ട്. എന്ന് കരുതി എന്നോട് ചോദിക്കാതെ ഒരിടത്തും പോകണ്ട. വേദക്കുട്ടി, ഞങ്ങളുടെ വീട്ടിൽ നിന്ന് ഭക്ഷണം കഴിക്കോ? അതിനെന്താ? സത്യമായിട്ടും. അമ്മേ, എന്നാ വേഗം ഭക്ഷണം ഉണ്ടാക്ക്. നമുക്ക് വേദക്കുട്ടിയുടെ കൂടെ ഇരുന്ന് ഭക്ഷണം കഴിക്കാം. വേദക്കുട്ടി, ഞങ്ങളുടെ ഭക്ഷണം എന്നൊക്കെ പറഞ്ഞാൽ ഈ കിഴങ്ങുകളൊക്കെയാണ്. മോള് കഴിക്കുവോ? കഴിക്കും. നിങ്ങൾ കഴിക്കുന്ന എന്തായാലും അതൊക്കെ ഞാനും കഴിക്കും. എന്നാ പിന്നെ എന്താ അമ്മ നോക്കി നിൽക്കുന്നത്? വേഗം പോയി ഭക്ഷണം ഉണ്ടാക്ക്. അമ്മ ഇപ്പൊ ഉണ്ടാക്കിത്തരാം. നിങ്ങൾ സംസാരിച്ചിരിക്കെ. വാ, നമുക്ക് അവിടെ ഇരിക്കാം. എന്റെ ദൈവമേ, എത്ര വലിയടത്ത് ജനിച്ചിട്ടും ആ കുട്ടി എന്നെ അമ്മയെന്നാണല്ലോ വിളിക്കുന്നത്. ദൈവത്തിന്റെ കുട്ടിയാണ്. ആ പൊന്നുമോളെ കാത്തോളണേ. വേദക്കുട്ടി, അന്ന് വേദക്കുട്ടി വീണ സ്ഥലമില്ലേ, അത് എവിടെയാന്ന് കാണണ്ടേ? ആ, കാണണം. എന്നാ നമുക്ക് അവിടം വരെ ഒന്ന് പോയാലോ? പോവാ. മല്ലിയമ്മയോട് ചോദിക്കണ്ടേ? ചോദിക്കാം. അമ്മേ, 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 ഞങ്ങളൊരു സ്ഥലം വരെ പോവാണ്. വേണ്ട വേണ്ട, വേദക്കുട്ടിക്ക് എവിടെയെങ്ങും പരിചയമില്ലാത്തതാ. പുറത്തെങ്ങും പോണ്ട, ഞാൻ സമ്മതിക്കില്ല. ഞങ്ങൾ എങ്ങോട്ടാ പോകുന്നേന്നറിയോ? അന്ന് ഞാൻ വീണ് കിടന്നപ്പോൾ കുഞ്ഞിപ്പെണ്ണ് വന്നില്ലേ, ആ സ്ഥലത്തേക്കാ. അവിടെ എന്തിനാ പോകുന്നത്? വേദക്കുട്ടിക്ക് കാണാനാ അമ്മേ. അമ്മ ഭക്ഷണം ഉണ്ടാക്കുമ്പോഴേക്കും ഞങ്ങൾ ഓടി വന്നോളാം. സൂക്ഷിക്കണേ മക്കളെ. വേദക്കുട്ടി, കല്ലും മുള്ളും ഒക്കെ ഉണ്ട്, സൂക്ഷിക്കണേ. സൂക്ഷിച്ചോളാം മല്ലിയമ്മേ. വാ വേദക്കുട്ടി. പുറപ്പെട്ടു വരുമ്പോ ആരും ഉണ്ടാവില്ലെന്ന് തോന്നി. ഇപ്പോ സ്നേഹിക്കുന്നവർ ഒരുപാട് പേരായി. വന്ദനം തമ്പുരാട്ടി. കൊച്ചു തമ്പുരാട്ടിക്കും വന്ദനം. ക്ഷേത്രത്തിലേക്ക് ഇറങ്ങണമെന്ന് പലവട്ടം കരുതും. ചിലപ്പോഴൊന്നും സാധിക്കാറില്ല. കൊട്ടാരത്തിലെ തിരക്കുകളല്ലേ. വേദമോൾ എവിടെയാ തിരുമേനി? ഗുരുകുലത്തിലല്ലെങ്കിൽ തിരുമേനിയുടെ കൂടെ ഇവിടെ ഉണ്ടാവുന്നതല്ലേ? കുറച്ചു മുമ്പ് വരെ ഇവിടെ ഉണ്ടായിരുന്നു. ഇപ്പൊ പോയതേ ഉള്ളൂ. വർണ്ണമോളെ, വേദക്കുട്ടിയുടെ വിശേഷങ്ങളൊന്നും ചോദിക്കാത്തതെന്താ? എന്ത് വിശേഷം ചോദിക്കാൻ? ഞാൻ ദിവസം കാണുന്നില്ലേ?